ഹാപ്പി ഓണം. ചന്ദ്രൻ കണ്ണാടിപ്പറമ്പ്. തളിപ്പറമ്പിലാണ് ജോലി ചെയ്യുന്നത്. അല്ല, കണ്ണാടി ഡ്രൈവറാണ്. തളിപ്പറമ്പ് എൻ്റെ വീട്. നന്ദി. അപ്പോ ഓണത്തിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയോ? തുടങ്ങിയിട്ടൊന്നുമില്ല, തുടങ്ങിക്കൊണ്ടിരിക്കും. ഓണമൊക്കെ നമുക്ക് ആഘോഷിക്കണം. പിന്നെ ഇപ്പം വരെ വയനാട് ദുരന്തമായതുകൊണ്ട് നമ്മളത് കുറച്ചില്. ഓക്കെ, എന്നാലും നമ്മുടെ വീട്ടിലെ മക്കൾക്കും കുട്ടികൾക്കും നല്ലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും ഓണം ചെയ്യണ്ടേ? ചെറിയൊരു പരിപാടി. നല്ല സെറ്റപ്പ്. സന്തോഷമായിരിക്കട്ടെ. ഓണം വളരെ നന്നായി വരട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. ചോദ്യം ചോദിക്കണ പ്രാധാന്യമുള്ള പല കളികളുമുണ്ട്. അതില് പിന്നെ പുലിക്കളി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പുലിക്കളിക്ക് പ്രശസ്തമായ കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം അല്ലേ? തെറ്റാണ്. താങ്ക് യു. അപ്പോൾ ഓണാശംസകൾ. ഓക്കെ സാർ. ഓണാശംസകൾ മോള്. ഹാപ്പി ഓണം. മോളെ പേരെന്താ? അൻവി. നിങ്ങളുടെ പേരെന്താ? അർജുൻ. പേര്? സ്ഥലം? വെള്ളിക്കീൽ. പിന്നെ നമ്മുടെ മൊറഴ അതുവഴി പട്ടുവമ്മി വെള്ളിക്കീൽ. ഓക്കെ. അത് നല്ല എന്താ പറയണ്ടേ, നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ലേ വെള്ളിക്കീൽ. അപ്പോൾ ഓണമൊക്കെ തുടങ്ങിയോ നിങ്ങൾക്ക്? ഓണം ഇപ്രാവശ്യമില്ല. ഇല്ല, ആഘോഷിക്കുന്നില്ല. എന്നാലും മോക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലേ? ഉണ്ടാവും. അത് നമുക്കിപ്പം കേരളത്തിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ വയനാട്ടിൽ വലിയ ദുരന്തമൊക്കെ സംഭവിച്ചിരിക്കുന്ന സമയമാണല്ലോ. ഒരുപാട് ആൾക്കാരും മരിച്ചു പോയിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ദുഃഖത്തിലാണ് എല്ലാവരുമെങ്കിലും നമ്മളെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണല്ലോ ഓണം. അപ്പോൾ ഓണം നമുക്ക് എന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓണം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കും. പൂക്കളം ചിലപ്പോൾ ഇട്ടില്ല എന്ന് വരും അല്ലേ? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തു എന്നൊക്കെ വരും. അപ്പോൾ ഞാൻ അവിടെ ഒരാളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് കളികളുണ്ട്. അതിലൊരു കളിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. പുലിക്കളിക്ക് പ്രശസ്തമായ കേരളത്തിലെ ജില്ല ഏതാണ്, അല്ലെങ്കിൽ സ്ഥലം ഏതാണ്? അറിയില്ല. പുലിക്കളിക്ക് പ്രശസ്തമായ ഒരു ജില്ലയുണ്ട്. അത് പിന്നെ കേരളത്തിലൊരു വലിയൊരു മഹോത്സവം നടക്കുന്നത്, അതായത് നമ്മളെ 2 അമ്പലങ്ങൾ ചേർന്ന് നടക്കുന്ന ഒരു വലിയൊരു മഹോത്സവമുണ്ട്. പക്ഷേ ആ മഹോത്സവം നടക്കുന്നത് ആ 2 അമ്പലത്തിലും അല്ല. വലിയ 2 ക്ഷേത്രങ്ങളുടെ ഒരു വലിയൊരു മഹോത്സവം നടക്കുന്നത് ആ സ്ഥലത്താണ്. പക്ഷേങ്കിൽ ആ 2 ക്ഷേത്രങ്ങളിലുമല്ല ആ മഹോത്സവം നടക്കുന്നതും. ആ ജില്ലയിലാണ് ഈ പുലിക്കളിയുടെയും സ്ഥലം. അങ്ങനെ പറഞ്ഞാൽ അറിയാം? ഇല്ല. ഈ പൂരം, പൂരം എന്ന് പറഞ്ഞ് വടക്കുന്നാഥൻ്റെ നടയിലാണ് പൂരം നടക്കുന്നത്. പക്ഷേ വടക്കുന്നാഥൻ്റെ ഉത്സവമല്ല പൂരം. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മഹോത്സവമാണ് പൂരം. അത് നടക്കുന്നത് വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്താണ് എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ. അപ്പോൾ ഈ പുലിക്കളിയുടെയും നാട് തൃശ്ശൂരാണ്. നന്ദി. എല്ലാവിധ ഓണാശംസകൾ. ഓണാശംസകൾ. ഓണം എടവരെയായി തുടങ്ങി അല്ലേ? അത്തം മുതൽ നമ്മൾ 10 ദിവസം ഓണമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യമേ സീൽ ടിവിയുടെ ഓണാശംസകൾ. പേര്? നിഷാദ്, മുഹമ്മദ്, ജാഫർ. എല്ലാവരും തളിപ്പറമ്പുകാരൻ തന്നെയാണോ? സാറിൻ്റെ പേര്? അബ്ദുൽ മജീദ്. തളിപ്പറമ്പുകാരൻ തന്നെയാണ്. മാവേലിയുടെ ഓണാശംസകൾ. അപ്പോൾ സീൽ ടി വിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഒരു ചെറിയൊരു ചോദ്യമുണ്ട്, കുസൃതി ചോദ്യമൊന്നുമല്ല. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? മഹാബലി
അല്ലെങ്കിൽ മാവേലി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ മഹാബലി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ, സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണല്ലോ. ഈ മഹാബലി എന്ന് പറയുന്നത് ശരിക്ക് അദ്ദേഹത്തിന്റെ പേരല്ല, അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാലുണ്ടായ അയാളുടെ വെളിപ്പേരാണ് മഹാബലി എന്ന് പറയുന്നത്. അതെ, അതാണ് ശരി. വലിയ ത്യാഗം ചെയ്തയാൾ എന്നുള്ളതാണ് മഹാബലിയുടെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ ഉത്തരമാണ്. അപ്പോൾ സീൽ ടിവിയുടെ ചെറിയൊരു ഉപഹാരമുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു? പേര് മുഹമ്മദ്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ. എല്ലാവർക്കും ആശംസകൾ. ഓണത്തിന് എല്ലാവരും പിന്നെ വസ്ത്രങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇത് പേരെന്താണ്? സംഗീത. റിൽന. ഫിമിയ. അനിറ്റ. ജിയോണ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇത് സീൽ ടി വി ചെയ്യുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ മാവേലിയുടെ ഒരു ചോദ്യമുണ്ട്, കുസൃതി ചോദ്യമല്ല. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഒരു കുഗ്രാമം എന്ന് പറയുന്ന ഒരു വാക്കിന് ഓണവുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ട്. എന്താണ്? അതെ, കുഗ്രാമം എന്ന വാക്കിന് ഓണവുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ട്. ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് അതിന്റെ ഇത്. കുസൃതി ചോദ്യമല്ല. നമ്മളൊരു സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ്. നീയൊക്കെ ഇന്ന സ്ഥലത്ത് കുഗ്രാമത്തിലാണ് താമസിക്കുന്നുള്ളതിന് പകരം നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിൽ ആ വാക്കിൽ ഓണം കേറാൻ പോവുക. അതെ, വളരെ കൃത്യമായ ഉത്തരമാണ്. എന്റെ പേരെന്താണ്? പേര് റിൽന. റിൽന പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ സീൽ ടി വി നൽകുന്ന ഒരു ഉപഹാരമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങളുടെ പേരെന്താണ്? ഷിംജിത്ത്. ബബീഷ്. അത് പുറകോട്ടൊന്നും പോണ്ട, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. പേര് നവാസ്. ഇത് സീൽ ടി വിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ മാവേലി ഒരു ചോദ്യം ചോദിക്കും. പിന്നെ കുസൃതി ചോദ്യമല്ല, ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിന് ഉത്തരം തരുന്നവർക്ക് സീൽ ടി വിയുടെ വക ഒരു സമ്മാനമുണ്ട്. ശരി, അപ്പോൾ ചോദ്യം ചോദിക്കാം. ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൃത്തരൂപമുണ്ട്, അത് ഏതാണ്? ഓണത്തിന് മിക്കവാറും നമ്മൾ വീടുകളിലൊന്നും ചെയ്യില്ല, പക്ഷെങ്കിൽ പണ്ട് മുതലേ ആൾക്കാർ ആ ഒരു രീതി, കൈകൊട്ടിക്കളിയും തിരുവാതിരയും ഒരേ സംഭവം തന്നെയാണ്.
വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അറിയില്ല. നിങ്ങളെ പേരെന്താ ഏട്ടാ? ഭവീഷ്. ഷിംജിത്ത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ്. തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഒന്ന് തന്നെയാണ്. തിരുവാതിരക്കളിയാണ് ഓണത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു നൃത്ത ഒരാവിഷ്കാരം നടത്തുന്നത്. എല്ലാ പൂക്കളത്തിന് മുന്നിലും നിന്ന് തിരുവാതിരക്കളി കളിക്കുക എന്ന് വെച്ചാൽ അതൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇവിടെ വടക്കൻ കേരളത്തിൽ അതില്ലെങ്കിലും തെക്കൻ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞത് ശരിയാണ്. സീൽ ടീമിൻ്റെ ഒരു ചെറിയ ഉപഹാരമുണ്ട്. രണ്ടാളും ചേർന്ന് വാങ്ങിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. സീൽ ടീമിക്ക് വേണ്ടി ഒന്ന് ഓണാശംസകൾ പറഞ്ഞോളൂ. എല്ലാവർക്കും മാവേലിയുടെ ഓണാശംസകൾ. ആരും നോക്കുന്നില്ല കേട്ടോ, എല്ലാവരും ഭാഗ്യാന്വേഷികളാ. നമ്മള് മാവേലിയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഈ ഭാഗ്യത്തിന്റെ പുറകിൽ ആരും നടക്കാറില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം പോലെ എന്താണ് സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു മാവേലി ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ. അതെ അതെ, ഇപ്പൊ എല്ലാം പരീക്ഷണമാണ്. ലോട്ടറിയിലൂടെ ആൾക്കാർ ഒരുപാട് പുറകോട്ടും പോയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോ ഏതായാലും എല്ലാ ഭാഗ്യാന്വേഷികൾക്കും എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ സീൽ ടിവിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ മാവേലി പൗരം ജനങ്ങളോട് പിന്നെ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകുമെന്നുള്ള സന്തോഷകരമായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? സുരേന്ദ്രൻ. ഇവിടെ തന്നെയാണ്? മലപ്പുറം തന്നെയാണോ? ബക്കളം. ഓ ശരി ശരി ശരി. ഇവിടെ ആരും ഇങ്ങോട്ട് സഹായിക്കുന്നില്ല. ചേട്ടാ ഇങ്ങ് വന്നേ. ചേട്ടൻ്റെ പേരെന്താ? സായി പ്രകാശ്. ഏട്ടാ എന്താ പേര്? വേണ്ടേ? അങ്ങോട്ട് മുഖം കാണിക്കൂ. നസീർ. അപ്പോ എല്ലാവരും പിന്നെ തളിപ്പറമ്പിൽ ഭാഗ്യാന്വേഷണങ്ങളായി വന്നാണ്. സ്ഥലം എവിടെയായിട്ടുണ്ട്? തളിപ്പറമ്പ് തന്നെയാണ്. അപ്പോൾ താങ്കൾ മാത്രമേ ബക്കളന്ന് വന്നിട്ടുള്ളൂ. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ഒന്നാം ഓണം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഒന്നാം ഓണം തുടങ്ങി. അങ്ങനെയല്ല. ഒന്നാം ഓണം എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേക ദിവസമാണ് ഒന്നാം ഓണം നടക്കുന്നത്. അത് അത്തമല്ല എന്ന് ആദ്യം പറയാം. അത് ഒന്നാം ഓണമല്ല. അപ്പൊ ഈ ചേട്ടനാണ് ഉത്തരം പറഞ്ഞത്. ചേട്ടന്റെ പേരെന്താ? മുന്നോട്ട് വരും. ഉത്രാടം എന്ന് പറയുന്ന ദിവസമാണ് ഒന്നാം ഓണം അല്ലേ? അപ്പോ ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണ്. സീൽ ടിവിയുടെ ഒരു ചെറിയൊരു ഉപഹാരമുണ്ട്. മാവേലിയുടെ ഓണാശംസകൾ, അതുപോലെ സീൽ ടിവിയുടെയും ഓണാശംസകൾ. ഞാൻ സീൽ ടിവിയുടെ ഒരു പരിപാടിയുമായിട്ട് എത്തിയതാണ് ഓണത്തോടനുബന്ധിച്ച്. നിങ്ങളുടെ പേരെന്തായിരുന്നു? അനുരാജ്. അവിനാഷ്. അനുരാജ്. ആതിര. കൊച്ചിന്റെ പേര്? ആരോഹി. നിങ്ങൾ ഈ തളിപ്പറമ്പുകാരനെയാണോ? അതെ. അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കാം. മാവേലി ഒരു ചോദ്യം ചോദിച്ചിട്ട് സമ്മാനം തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഈ ഷോപ്പിങ്ങിനും ഇതിനൊക്കെ ഓടിച്ചാടി നടന്ന് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമല്ലോ ഓണത്തിന്റെ തലേന്നും അതിന് മുന്നിലൊക്കെ ആയിട്ട്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഒരു പേര് പറയാറുണ്ട്. എന്താണ്? ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ എല്ലാ കുടുംബക്കാരും ഓരോ കാര്യങ്ങളും ഒത്തുചേർന്ന് ഓടിച്ചാടി നടന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്താണത്? അത് പുറമെ ഒരു സാധാരണ ഒരു എന്താ പറയണ്ടത്, നമ്മൾ സംസാര ശൈലി പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഉത്രാടപ്പാച്ചിൽ. വളരെ ശരിയായ ഉത്തരം. അപ്പോൾ താങ്കൾക്ക് സീൽ ടിവിയുടെ ഒരു ഉപഹാരമുണ്ട്. വളരെ നന്ദി. ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന്റെ തിരക്കിലായിരിക്കും എല്ലാവരും അല്ലേ? ചേച്ചിയുടെ പേരെന്താ? പ്രസീത. പ്രസീത. അഞ്ജല. അഞ്ജന. ശ്രീജ. അഞ്ജല. ശ്രീജ. അഞ്ജല. അഞ്ജല. ഒരു വ്യത്യസ്തമായ പേരാണല്ലോ. ശ്രീജ. ശ്രീജ. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന? ഞാൻ പ്ലസ് ടു പഠിക്കുന്നു. പ്ലസ് ടു പഠിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഒരു ചോദ്യമാണ്. സീൽ ടി വിയുടെ ഒരു മാവേലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു ചോദ്യം ചോദിച്ച് പ്രജകൾക്കൊക്കെ സമ്മാനം നൽകുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ മാവേലി വന്നതാണ് കേട്ടോ. അപ്പോൾ കുസൃതി ചോദ്യമൊന്നുമല്ല, സാധാരണ പോലെയുള്ള അത്യാവശ്യം ഓണത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം അല്ലേ? ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണെന്ന് പ്രഖ്യാപിച്ച ഒരു വർഷമുണ്ട്. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്? ക്ലൂ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, കേരള പിറവിക്ക് ശേഷമാണ്. അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം ഭംഗിയായി തീരട്ടെ. നമസ്കാരം. ഹരി. എവിടെയാണ് സ്ഥലം? പൂവോട്. എന്ത് ചെയ്യുന്നു? പൂജാരിയാണ്. അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പോ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ചവിട്ടിത്താഴ്ത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലൊരു സ്ഥലത്തിന് പേര് കിട്ടിയിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്നറിയാവോ? അത് 2 പാദങ്ങൾ വെച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ അളന്നു എന്നല്ലേ പറഞ്ഞത്? മഹാബലിപുര. അത് തമിഴ്നാട്ടിലാണ്. അതല്ല, 2 പാദം വെച്ചപ്പോ പ്രപഞ്ചം മുഴുവൻ അളന്നു. ആര്? വാമനൻ. 3ാമത്തെ പാദം ആണ് മഹാബലിയുടെ ശിരസ് കാണിച്ചു കൊടുത്തതെന്നാണല്ലോ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് മഹാബലിപുരം. തമിഴ്നാട്ടിലേക്ക് കേട്ടു. മഹാബലിപുരമല്ല. ഞാൻ ഈ പറയുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ, ഞാൻ ആ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ്. 3ാമത്തെ കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജാരിയാന്ന് പറഞ്ഞിട്ടും കാര്യം. 3ാമത്തെ കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജാരിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കറിയില്ല. തൃക്കാൽ എന്ന് പറയില്ലേ? ഇതിലപ്പുറം സൂചന വേറൊന്നും തരാനില്ല. അറിയില്ലാത്തത് അറിയില്ല എന്ന് പറയേണ്ടി വരും. ആയിക്കോട്ടെ. അപ്പോൾ ഓണം നന്നായി ഭവിക്കട്ടെ. മഹാബലിയുടെ എല്ലാ ആശംസകളും. ഞാൻ തമിഴ്നാട്ടില് മഹാബലിപുരം എന്നൊരു സ്ഥലമുണ്ട്. അതല്ല, ഇത് ഈ 3ാമത്തെ കാല് മഹാബലിയുടെ ശിരസിൽ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് ചോദിച്ചത്. പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മഹാബലിക്ക് മഹാബലി എന്ന് പേരൊന്നുമില്ല. അതൊരു പ്രകൃതിക്ക് കിട്ടിയ ഒരു പേരാണ്. മഹാബലിന്റെ പേര് മഹാബലി എന്നല്ല. ഓക്കെ. മഹാബലിക്കൊരു മകനുണ്ട്.
മഹാബലിയുടെ മകന്റെ പേരെന്താണ്? ഒരു സൂചന തരാം. വയനാടില് വളരെ പ്രശസ്തമായ ഒരു അണക്കെട്ടുണ്ട്. അത് ആ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാബലിയുടെ മകന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അണക്കെട്ട് വയനാട്ടിലുണ്ട്. വയനാട്ടിൽ പോയിട്ടുണ്ടോ? ഇതുവരെ പോയിട്ടില്ലേ? സ്കൂളിൽ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ലേ? അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടില്ല. എന്നാലും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക്. വയനാട്ടിലെ അതിപ്രശസ്തമായ മണ്ണ് കുഴച്ച് നിർമ്മിച്ച ഒരു അണക്കെട്ട്. അറിയില്ല. അപ്പോൾ ഓണാശംസകൾ. ഞാൻ ഒരുപാട് അതിൻ്റെ സൂചനകൾ തന്നു. നന്ദി, നമസ്കാരം. ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിയുടെ ഒരു ഉപഹാരം കിട്ടും. അപ്പോൾ സാറിൻ്റെ പേരെന്താണ്? മഹേഷ് ബാബു. എവിടെയാണ് സ്ഥലം? മുയ്യം. മോൻ്റെ പേര്? ആദിദേവ്. മോനായിരിക്കും അല്ലേ? അമൃത. മുയ്യം തന്നെയല്ലേ അല്ലേ? ചേച്ചിയുടെ പേര്? മുന്നോട്ട് വാ. സീമ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? PSC കോച്ചിങ്. യെസ്. അപ്പോൾ വേറെ ചോദ്യം ചോദിക്കാം. ഞാൻ നേരത്തെ ഒരു പൂജാരിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മഹാബലി എങ്ങനെയാണ് പാതാളത്തിൽ പോയെന്നൊക്കെ അറിയാലോ. വാമനൻ, ദാനശീലനായ മഹാബലിയോട് വാമനൻ 3 പാദം വെക്കുന്ന സ്ഥലം തപസ്സരിക്കാൻ വേണ്ടി ചോദിച്ചു. അത് കൊടുക്കാൻ മഹാബലി തയ്യാറായി. പക്ഷേ 2 പാദം വെക്കുമ്പോഴൊക്കെ പ്രപഞ്ചം മുഴുവൻ വാമനൻ അളന്നു തീർത്തു. 3ാമത്തെ കാൽപാദം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മഹാബലി ശിരസ് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണല്ലോ അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ആ 3ാമത്തെ പാദം ശിരസിൽ വെച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്തിന് പേരുണ്ട്. ആ പേരെന്താണ്? ആ സ്ഥലം ഏതാണ്? മൂന്നാമത്തെ പാദം എന്നുള്ളത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പാദത്തിന് നമ്മൾ സാധാരണ പറയുന്ന പേരെന്താ? കാല് എന്നല്ലേ? അപ്പോൾ 3ാമത്തെ പാദം എന്നുള്ളത് 3 എന്നുള്ളത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിലപ്പുറം ക്ലൂ ഇല്ല. അത് പിന്നെ ഉത്തരാണ് ഞാൻ പറയേണ്ടത്. 3 എന്നുള്ളതിന് ഒരു വാക്കില്ലേ? നമ്മൾ സാധാരണ സാഹിത്യ ഭംഗിയൊക്കെ ചേർത്ത് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 3 എന്ന് പറയുന്നത് എങ്ങനെയാ? ആ, പിന്നെ നേരത്തെ പറഞ്ഞ പാദത്തിന്റെ വേറൊരു വാക്ക് അവരിപ്പോ പറഞ്ഞല്ലേ? കാല്. 3 കാൽ. അത്രയും ഗ്ലൂവേ തരാൻ പറ്റുള്ളൂ. തൃക്കാക്കര, തൃക്കാൽക്കര എന്നാണ് മുമ്പുണ്ടായിരുന്ന പേര്. അത് ലോപിച്ചിട്ട് തൃക്കാക്കര എന്ന പേരായി. അപ്പോൾ ശരി, ഓണാശംസകൾ. അപ്പോൾ സീൽ ടിവിയായിട്ട് ബന്ധപ്പെട്ട് ഓണാഘോഷ പരിപാടി ആയിട്ട് മാവേലി വന്നിരിക്കുകയാണ്. അപ്പോൾ മാവേലി ഒരു ചോദ്യമൊക്കെ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ അതിന് സമ്മാനം കിട്ടും കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് കമലാക്ഷി. കമലാക്ഷി. എവിടെയാണ്? മംഗലശ്ശേരി. പട്ടുവ. മംഗലശ്ശേരി. വള്ളംകളിക്ക് പ്രശസ്തമായ നാട്. ആ, ഓണമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വള്ളംകളിക്ക് വളരെ പ്രശസ്തമായ സംഭവമുണ്ട്. ഓണക്കാലത്ത് നടക്കുന്ന ഒരു വള്ളംകളിയുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മളെ വള്ളംകളിക്ക് ഇപ്പം നമ്മളെ ഈ വടക്കൻ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതല്ലേ. തെക്കൻ കേരളത്തിൽ ഓണാഘോഷത്തിനിടയിൽ നടക്കുന്ന വള്ളംകളി നെഹ്റു ട്രോഫി ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല.
ആലപ്പുഴ വള്ളംകളി ഞാൻ കേട്ടില്ലേ? ആറന്മുള വള്ളംകളി വളരെ ശരിയാണ്, പക്ഷെ അതല്ല ചോദ്യം കേട്ടോ. പയ്യന്നൂര്. പേര് കാർത്തിക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഹോട്ടലിലാണ്. ഹോട്ടലില്. ഓക്കെ. അപ്പോ ചോദ്യം ചോദിക്കട്ടെ. വാമനൻ അറിയാലോ, വാമനാണല്ലോ മഹാബലിയെ ശിരസിൽ ചവിട്ടി താഴ്ത്തിയത്. അപ്പോ വാമനൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അറിയാലോ? അറിയാം. വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? അതിലൊന്ന് ആകെ ദശാവതാരമേ ഉള്ളൂ, 10 അവതാരങ്ങളാണ്. അതില് ഒരു സ്ഥാനം വാമനുണ്ട്. അത് ഏതായാലും ദശാവതാരത്തിൽ പെടുന്ന അവസാനത്തെ അവതാരമല്ല. അതല്ല, 4 തെറ്റുത്തരം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോ ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നെ ഈ ദശാവതാരം എന്ന് പറഞ്ഞാൽ അറിയല്ലോ, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട അവതാരമാണ് വാമനൻ. വാമനാണ് ഓണത്തിൽ മഹാബലിയെ പാതാളത്തിൽ താഴ്ത്തിയത്. വാമനന്റെ അവതാരം എത്രാമത്തെ അവതാരമാണ് ദശാവതാരത്തിൽ? 7ാമത്തെ തെറ്റുത്തരം. 5. നീ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെയാണോ? അല്ല, വെറുതെ അങ്ങ് ഇറക്കി കുത്തിയത്. അപ്പോ മോള് പറഞ്ഞ ഉത്തരം ശരിയാണ്. മോളെ പേരെന്നാ? കാർത്തിക. എവിടെയാണ് സ്ഥലം? മുതുകുട. അപ്പോ കാർത്തിക മോക്ക് മാവേലിയുടെ ഒരു ഉപഹാരമുണ്ട്. അപ്പോ ഓണാശംസകൾ. സീൽ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മാവേലി വന്നിരിക്കുന്നത്. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിയുടെ വക ഒരു സമ്മാനമുണ്ട്. കുസൃതി ചോദ്യമല്ല എന്ന് ആദ്യമേ പറയാം. നിങ്ങളെ പിന്നെ പേരെന്താണ്? അഞ്ജലി. ഫൈസ്. പ്രണവ്. മുഖം കാണിച്ചൂടെ? എന്താണ്? ഗൗരി. അപർണ. പറയൂ, പേരെന്താണ്? അഹിയ. ഷിൻഡു. ആൻസില. മലയാളികൾ തന്നെയല്ലേ? പേരിന്റെ വെറൈറ്റി എന്ത് ചോദിച്ചതാണ് കേട്ടോ. പേര് പറഞ്ഞേ. ഗോകുൽ. റാഷിദ്. അപ്പോൾ എല്ലാവർക്കും മാവേലിയുടെ ഓണാശംസകൾ. മാവേലി ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പേര് അങ്ങോട്ട് ചോദിച്ചില്ല. അഭിയ അല്ലേ? അപ്പോൾ കുട്ടികൾ അത്യാവശ്യം ടൂറിനും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരല്ലേ അല്ലേ? നിങ്ങളും അത്യാവശ്യം ഇപ്പം ഇങ്ങനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും പോയ ആൾക്കാരായിരിക്കും. നിങ്ങളുടെ പേര് പറഞ്ഞില്ല. ഹംസ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അത് ഒരു ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് ബന്ധമുണ്ട് ആ പേരിന്. മഹാബലിയുടെ മകന്റെ പേരെന്താണ്? മഹാബലിയുടെ മകന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വയനാട് ജില്ലയിൽ മണ്ണ് കുഴച്ച് പണിത ഒരു അണക്കെട്ടുണ്ട്. അറിയാവോ? നിങ്ങളെല്ലാവരും അവിടെ പോയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. മണ്ണ് കുഴച്ച് എത്രയോ ടൺ, ലക്ഷക്കണക്കിന് ടൺ മണ്ണ് കുഴച്ച് പണിത ഒരു അണക്കെട്ട് വയനാട് ജില്ലയിലുണ്ട്. അത് തന്നെയല്ലേ വലിയ ക്ലൂ. പറഞ്ഞോളൂ, കൃത്യമായി പറ. ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ട് എന്നുള്ള ഉത്തരം വളരെ ശരിയാണ്. മഹാബലിയുടെ മകന്റെ പേര്
ഇപ്പൊ അറിയാലോ ബാണാസുരൻ. ബാണാസുരൻ എന്നാണ് മഹാബലിയുടെ മകന്റെ പേര്. അപ്പോൾ ബാണാസുര സാഗർ അണക്കെട്ടാണ് ഉത്തരം. ശരിയാണ്. അപ്പോൾ സീൽ ടിവിയുടെയും മാവേലിയുടെയും വക ഒരു ചെറിയൊരു ഉപഹാരമുണ്ട്, സ്വീകരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ പ്രജകളോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവേലിയുടെ ഒരു സമ്മാനമുണ്ട്. സീൽ ടി വി സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും സ്വീകരിക്കണം. അപ്പോൾ പേരെന്താണ് ചേട്ടാ, പറഞ്ഞോളൂ. ഭാസ്കരൻ. ഫസൽ. ഏട്ടാ രാമചന്ദ്രൻ. ഇങ്ങോട്ടോ. സിദ്ദിഖ്. അബ്ദുറഹ്മാൻ. ഏട്ടൻ്റെ പേര് സുനിൽകുമാർ. ശ്രീകുമാർ. ശരി. തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തിന് എന്താണ് പറയുന്നത്? അവിട്ടം. ചേട്ടൻ പറഞ്ഞ ശരി ഉത്തരമാണ്. അപ്പോൾ ചേട്ടൻ അത്യാവശ്യം ഇങ്ങനെയുള്ള മലയാള മാസങ്ങളും ദിനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ നല്ല നോളജ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ എവിടെ സ്ഥലം എവിടെ ഏട്ടൻ്റെ? ഏഴോ. നിങ്ങൾ ഏട്ടനും പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ചേട്ടൻ ആദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ സീൽ ടി വിയുടെ വക മാവേലിയുടെ ഒരു ഓണ സമ്മാനം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. പേരെന്താണ്? പേര് മിനി. മിനി. എവിടെ സ്ഥലം? പറശ്ശിനിക്കടവ്. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ? പേര്? അനഘ. ചേച്ചിയുടെ മോളാണ്. പറശ്ശിനിക്കടവ് തന്നെ. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? HR അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. HR അസോസിയേറ്റ്. ഇത്ര ചെറുപ്പത്തിലോ? ചേട്ടൻ്റെ പേര്? ഹാരിസ്. അബ്ദുള്ള. ഗിരീഷ്. റാഷിദ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഒരു ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോൾ ഓണം പിന്നെ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹോത്സവമാണ്. ദേശീയോത്സവം എന്നൊക്കെയാണ് പറയുക. ഓണത്തിന് മുമ്പ് പിന്നെ ഓണ ദിവസത്തിന് വേറൊരു പേരുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്ത പേരായിരിക്കും. എങ്കിലും ഓണം ഒരു കേരളത്തിൻ്റെ മഹോത്സവമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? അല്ലെങ്കിൽ മഹാബലിയുടെ യഥാർത്ഥ നാമം എന്താണ്? മഹാബലി. അത് മഹാബലിയുടെ അർത്ഥം ആണത്. മഹാബലിയുടെ ശരിയായ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വാമനനെ ചവിട്ടിത്താഴ്ത്തി അല്ലേ? വാമനൻ വല്ലാണ്ട് ചവിട്ടിത്താഴ്ത്തി. മഹാത്യാഗം ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് മഹാബലി എന്ന് മഹാബലിക്ക് പേര് വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഹാബലി എന്നല്ല. അറിയോ? അത് പിന്നെ ഒരു സൂചന തരാം. നമ്മുടെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി ആരാണ്? ഏറ്റവും വലിയ ചക്രവർത്തി അവിടെ ഭരിക്കുന്നത് ആരാണ്? 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 ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ ചുരുക്കി വിളിച്ചാൽ ഇന്ദ്രൻ. ഇന്ദ്രൻ അല്ല മഹാബലിയുടെ പേര്. പക്ഷെങ്കിൽ ആ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളൊരു പേരാണ്. അറിയില്ല. അറിയാ അല്ല പുറത്തിരിക്കുന്നവർക്ക്
ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. വന്നേ. നമ്മുടെ ക്യാമറ ശരിക്കും കാണുന്നില്ലേ? എന്നെക്കാട്ടിയും ഉയരം കൂടുതലാ. പേരെന്താണ്? മുഫാസ്. അപ്പോൾ മുഫാസ് പറഞ്ഞ ഉത്തരം വളരെയധികം ശരിയാണ്. ഫാസ ടെക്സ് പിന്നെ നമ്മുടെ സീൽ ടി വിയുടെ ഓണാഘോഷത്തോട് ഭാഗമായിട്ട് നമ്മളോട് സഹകരിച്ചിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയ മുഫാസിന് ഫാസ ടെക്സിൻ്റെയും വക ഒരു ഉപഹാരം. ഈ വർഷം വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആഘോഷ പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാലും കേരള മക്കൾക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. കാണം വിറ്റും അവർ ഓണമുണ്ണും. അവരുടെ അടുത്ത കാലത്തെ നാളത്തെ പുലരിക്ക് വേണ്ടി, നാളത്തെ ഐശ്വര്യത്തിന് വേണ്ടി അവർ എപ്പോഴും ഓണം ആഘോഷിച്ചുകൊണ്ടേ. സീൽ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാവേലിയുടെ എല്ലാ ഓണാശംസകളും.